ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ധോനി ബേബിക്കുള്ള കുറുക്കിനുള്ളതൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടിട്ടോ അവൾക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞ് വീഡിയോ കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ അടിച്ചു വാരണം. കുട്ടിയല്ലേ രാവിലെ ലാസ്റ്റ് എണീക്കുക, അപ്പോൾ അവൾ കുത്തി മറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ പിന്നെ അടിച്ചു വരുമ്പോൾ എപ്പോഴും ഞാൻ റൂമൊക്കെ മാറാല എന്നും തട്ടു കിട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ ഒരു ദിവസം അങ്ങനെ ശ്രദ്ധിച്ചില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അതിലേറെ കൂടിയിട്ടുണ്ടാവും. പിന്നെ മാറാലയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ വീട്ടമ്മമാർക്ക്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ തട്ടിട്ട് കുറച്ച് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും അവർ അപ്പുറത്ത് കൂട് കൂട്ടിയിട്ടുണ്ടാവും മാറാല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് തന്നെ ഞാൻ എന്തായാലും ജനലിൻ്റെ അതിയനി, വാതിലിൻ്റെ അതിയനി, ചുമരിൻ്റെ മൂല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അത് കൂടെയൊക്കെ ഒന്ന് അടിച്ച് വെറുതെ ഇങ്ങനെ ഇടും കേട്ടോ. ഇപ്പോൾ ധോനി ബേബി ഇപ്പം നല്ല കളിയാണ്. പിന്നെ ഇവള് കളിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ പെറുക്കി വെക്കാൻ. അപ്പോൾ ഈ അടിച്ചു വാരുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം വേണം. കാരണം ഇവളുടെ കളിപ്പാട്ടങ്ങളും എല്ലാ സാധനങ്ങളും ഇപ്പം എന്ത് കിട്ടിയാലും വലിച്ചു വാരി ഇടും കേട്ടോ. പാത്രങ്ങളൊന്നും പൊതുക്കി വെക്കാനും മുകളിലോ അങ്ങനെ റാക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പലക വെച്ചിട്ട് അതിലാണ് കേട്ടോ അടുക്കളയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എല്ലാം പോയി വലിച്ചു വാരി താഴത്തേക്കിട്ട് കയ്യിലാണെങ്കിലും സ്പൂണാണെങ്കിലും ഡബറയാണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും എല്ലാം താഴെ കപ്പുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം പെറുക്കി നമ്മൾ ആ പലകട മേലേക്ക് തന്നെ കയറ്റി വയ്ക്കും, വേറെ എവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എല്ലാം ഇപ്പോൾ എന്ത് കൈ കിട്ടിയാലും വലിച്ചു വാരി ഇടും പറയുക. അപ്പം അങ്ങനെ വികൃതിയാണ് പറയുക. ഇപ്പോൾ എല്ലായിടത്തേക്കും നടക്കാനും ഇരിക്കാനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇപ്പം നമ്മളൊരു പണിയെടുക്കാനും അയക്കില്ല കേട്ടോ. കാരണം നമ്മുടെ പുറകേ ഉണ്ടാവും അവൾ മാക്സിയിൽ തൂങ്ങിയിട്ട് കേട്ടോ, നമ്മുടെ ഡ്രസ്സിലേ പിടിച്ച് തൂങ്ങിയിട്ട്. ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ അവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിലും അവൾ അവിടെ വന്നിട്ട് അമ്മ 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 എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വരും. അപ്പം അങ്ങനെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി ആദ്യം കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തി കുറുക്കുണ്ടാക്കി അവൾക്കത് കൊടുത്ത് പിന്നെ അവളെ തൊട്ടിയിലിട്ട് ആട്ടി ഉറങ്ങിയിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. ബാക്കിയുള്ള പരിപാടി പറഞ്ഞാൽ വലിയമ്മായി അത് അവിടെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട്. ഇനി കൂട്ടാനൊക്കെ വലിയമ്മായി തന്നെ വെക്കും. ഇപ്പോൾ ഒരു കൂട്ടാൻ തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ. എന്നാലും ഇപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയോ കാരണം മീൻ വറുത്തതോ മുട്ട പൊരിക്കണോ ഒക്കെ അതൊക്കെ ഗ്യാസിൽ ഞാൻ ഉണ്ടാക്കും. കറി ഒക്കെ അമ്മായി ഇട്ടോ, ചോറും കറിയൊക്കെ അമ്മായി അടുപ്പത്ത് വെക്കും. കാരണം ഇപ്പോൾ ഇവള് വാശി പിടിച്ചിട്ട് അങ്ങോട്ടും കൂടെ ഓടുന്നത് കാരണം ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് തിരിയാൻ ഇപ്പോൾ എന്തായാലും ഞാൻ പോക്കേയില്ല. കാരണം മുട്ട പൊരിക്കുക, ചായ വയ്ക്കുക അങ്ങനെയുള്ള ഇത് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഏട്ടൻ കറി വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനൊക്കെ കൊണ്ടുവന്നാൽ നമ്മളത് വയ്ക്കും. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. ആദ്യം കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുളിപ്പിക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അതെല്ലാം കുറച്ച് തോരയിട്ടിട്ടുണ്ട് ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സുകളൊക്കെ. അപ്പോൾ പിന്നെ ബാക്കി കുട്ടിയുടെ ഡ്രസ്സുകളും എൻ്റെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ പുതിയ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാം ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി അവൾ എണീക്കുമ്പോഴത്തേന് ഒന്ന് പോയിട്ട് കഞ്ഞി കുടിക്കണം. പിന്നെ രാശേട്ടൻ വരുമ്പോഴത്തേന് ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അവളിന്ന് ഉറങ്ങാൻ വൈകിട്ടോ. 1 മണിയൊക്കെ 2 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം അവൾ ഉറങ്ങാൻ. അപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആവാനായപ്പോഴത്തേനും അവൾ എണീക്കും ചെയ്തു കേട്ടോ. നേരെ ഇതാ പുറകിൽ ചായപ്പിടിക്കാൻ വന്നിരിക്കണം കേട്ടോ. അമ്മായി അവിടെ ഉള്ളതുകൊണ്ട് അടുക്കളയിൽ ആ പണിയെടുക്കണതുകൊണ്ട് എപ്പോഴും അമ്മായിയുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ശീലമായി ഇപ്പോൾ. അപ്പോൾ രാവിലെ ചായക്ക് കൊണ്ടുവന്ന പാല് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ നേരത്തെ 5 മണിക്കൊക്കെ പോകണോണ്ടേ അപ്പോൾ പാല് മേടിക്കുന്ന പാല് ഏട്ടൻ്റെ ചായയുടെ പാൽ എന്തായാലും എടുത്ത് വയ്ക്കും കുട്ടിക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ. അപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇക്കും രാശേട്ടനുള്ള ചായ ഞാൻ ഉണ്ടാക്കിയിട്ടോ. പിന്നെ രാശേട്ടൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പണിയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ അനുഭവം ചേച്ചി പരാതി പറഞ്ഞായിരുന്നു, എന്നെയൊന്നും ചോദിക്കുന്നേ എല്ലാം മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. എനിക്ക് എല്ലാവരെയും ഓർമ്മ ഉണ്ട്, ആരെയും മറന്നിട്ടില്ലാത്ത ചേച്ചി നമ്മുടെ ഷീബ ചേച്ചി, പിന്നെ നമ്മുടെ ഫൗസിത്താത്ത, പിന്നെ ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ പേര് ഒരുപാട് പേര് കേട്ടോ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാനോ എനിക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ ഓർക്കാറുണ്ട്. മെസ്സേജ് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഇനിയും വേണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ വന്നു എന്ന് പറഞ്ഞിട്ട് ധോനി ബേബി വേഗം എണീറ്റ് താഴെ ചായപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് അങ്ങനെ
അമ്മായിയുടെ അവിടെ ആ സൈഡിൽ വന്നിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങി നീച്ച അങ്ങനെ കയറി വരുമ്പോൾ ആ പടിയുടെ അവിടെ ഇട്ട് വാതിലിൻ്റെ അവിടെ ഒന്ന് വീണു. പാവം ധൃതി പിടിച്ച് അച്ഛൻ വന്നു എന്ന് കണ്ടപ്പോഴേ വേഗം കയറി ഓടി വന്നതാണ്. അപ്പോൾ അങ്ങനെ പുറകിലേക്ക് തന്നെ വീണു കേട്ടോ. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല, എവിടെയും തലയൊന്നും ഇടിച്ചൊന്നുമില്ല കേട്ടോ. പുറകിൽ തന്നെ എന്തെങ്കിലും ഇടിച്ചാൽ നമുക്ക് പേടിയല്ലേ. അവിടെ നിന്ന് കയറുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് വീണു. ഒന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ അച്ഛൻ വരുന്നു പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഓടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് ഈ പൊക്കാവട, ഉള്ളി പൊക്കാവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ചായക്ക് കടി. പിന്നെ ഇപ്പോൾ അമ്മായിമാർക്കും അമ്മയ്ക്കും ഏട്ടനൊക്കെ കാപ്പി വെക്കണം. ഞാൻ കാപ്പി വെച്ചിട്ട് എല്ലാതും പാത്രത്തിൽ കൂടെ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഏട്ടന് കുളിക്കണം. ചൂടുവെള്ളത്തിലൊന്നല്ല കേട്ടോ കുളിക്കുക, പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുക. ആദ്യമൊക്കെ ആയിരുന്നു ചൂടുവെള്ളം, ഇപ്പോൾ പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പച്ചവെള്ളമാണെങ്കിലും കുളിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരുപാട് പേര് ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറ്റുന്ന പോലെയൊക്കെ. പിന്നെ പുതിയൊരു കൂട്ടുകാരി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ആൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്തതാണോ അതോ ഇനി നമ്മൾ പരിചയമുള്ള ആളാണെന്ന് അറിയില്ല കേട്ടോ. രജനി പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലാണെന്നുണ്ടെങ്കിൽ തച്ചമ്പാറ വർക്ക് ചെയ്തതാണെന്നാണ് എനിക്ക് ഓർമ്മ. ലാബിൽ വർക്ക് ചെയ്ത കുട്ടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അവളെ പോലെ കണ്ടപ്പോഴേ പ്രൊഫൈൽ കണ്ടപ്പോൾ ആ കുട്ടിയെ പോലെ എനിക്ക് തോന്നിയത്. അവൾ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.